പ്രൂണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാവ് ഒരു ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞിട്ട് അതിനെ ആ ഉണ്ടായോടത്തു നിന്ന് പുതിയ കമ്പുകൾ വരുത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ശിഖരങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കണം. അത് ഏതൊരു ഫ്രൂട്ടും ഉണ്ടായി കഴിഞ്ഞിട്ട് ആ സമയത്ത് തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ അടുത്ത അതിൻ്റെ സീസൺ ആകുമ്പോഴേക്ക് പുതിയ ശാഖകൾ ഉണ്ടായിട്ട് ആ ഒരു ബ്രാഞ്ചിന് ബദൽ ഒരു 5 ബ്രാഞ്ചിൽ ഫ്രൂട്ട് ഉണ്ടാവണം. നമുക്ക് ആദ്യം ഒരു ബ്രാഞ്ചിൽ നിന്ന് ഫ്രൂട്ട് കിട്ടിയതിനെ പ്രൂൺ ചെയ്തിട്ട് അതിനെ 3-4 ബ്രാഞ്ചുകളാക്കി മാറ്റി ആ 4 ബ്രാഞ്ചിലും ഫ്രൂട്ട് ഉണ്ടാക്കാം. അതാണ് ഒരു കൊല്ലം 50 കിലോ കിട്ടിയാൽ പിറ്റത്തെ കൊല്ലം നമ്മൾ 200 കിലോ ഉണ്ടാക്കണം ഫ്രൂട്ട്. പിറ്റത്തെ കൊല്ലം അതിനെ 600 കിലോ ആക്കി മാറ്റണം. അപ്പോൾ ഓരോ സമയത്തും ഫ്രൂട്ട് ഉണ്ടായി കട്ട് ചെയ്ത് കൊടുത്താലാണ് നമുക്ക് കൂടുതൽ കായ്ഫലം കിട്ടുള്ളൂ. അപ്പം പ്രൂണിങ് മസ്റ്റ് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഫ്രൂട്ട് ഹാർവെസ്റ്റിങ് കഴിഞ്ഞ ഉടനെ, വിളവെടുപ്പ് കഴിഞ്ഞ ഉടനെയാണ് നമ്മൾ പ്രൂണിങ് ചെയ്യേണ്ടത്. നമ്മൾ ചെറിയ സ്റ്റേജിൽ ചെയ്ത് കൊണ്ടുവരുന്നതിന് പ്രൂണിങ് എന്നല്ല പറയുക, അതിന് ട്രെയിൻ ചെയ്തെടുക്കുക എന്നാണ് പറയുക, അതിന് പറയല്.